നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് പ്ലാൻ ലേഔട്ട്സ് അതിനൊക്കെ ശേഷം ഇൻറ്റീരിയർ. അപ്പോൾ ഇൻറ്റീരിയർ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു? റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ലിവിങ് റൂം എങ്ങനെ വേണം, ഡൈനിങ് റൂം എങ്ങനെ വേണം, അല്ലെങ്കിൽ പാഷ്യോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് റെഫറൻസുകൾ നമ്മൾ ഓൾറെഡി പിൻട്രസ്റ്റ് അതെന്നൊക്കെ നോക്കി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനർ ആയിട്ട് കുറച്ച് സെഷൻസ് ഇരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സജഷൻസ് ആളുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട്, കുറച്ച് നമ്മുടെ ഐഡിയാസ്. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ഓവറോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈവൻ അതിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ടു സേ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇൻറ്റീരിയേഴ്സ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിച്ചതിനും വെള്ളമായിട്ട് തന്നെ ഭംഗിക്ക് വന്നു എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്ര ഐറ്ററേഷൻസ്, എത്ര റൗണ്ട് സിറ്റിങ്ങുകളും വന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി തവണ നമ്മൾ ഇരുന്നിട്ടുണ്ട്, ഒത്തിരി റൗണ്ട്സ് ഇരുന്നിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം വളരെ നന്നായിട്ട് തന്നെ ഇന്റീരിയർ ഡിസൈനിങ് ടീം നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ആ ഒരു ഭംഗിയുടെ ഒരു മേജർ ക്രെഡിറ്റ് ഇന്റീരിയർ ഡിസൈനിങ് ടീമിന് തന്നെ ഉള്ളതാണ്, ഈ ജോൺസന്റെ. അത് വളരെ ഭംഗിയായി തന്നെ അവർ നമ്മുടെ കൂടെ ഈ പ്രോസസ്സിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ സ്മരിക്കുന്നു ഈ സമയം.